ഞങ്ങളുടെ പ്രതിനിധി സ്വാതി ചേരുകയാണ്. സ്വാതി, മണിപ്പൂരിലെ ഇപ്പോഴത്തെ വിഷയം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഈ ബിരൺ സിംഗുമായുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അജിംഷാദ് കുറെ ദിവസങ്ങളായി, അതായത് 1.5 വർഷം നീണ്ടുനിന്ന മണിപ്പൂരിലെ ഒരു കലാപം കുക്കി ഒരു വംശീയ കലാപമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ഇപ്പോൾ മണിപ്പൂര് സംഘർഷഭരിതമായി തന്നെ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. ഇതുവരെ കാണാത്ത തരത്തിൽ അവിടെ ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും തുടരെ ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും അസമിന്റെ അതിർത്തി ജില്ലയായിട്ടുള്ള ജിരിബാമിൽ കഴിഞ്ഞ ദിവസം ഡ്രോൺ ആക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടുള്ളത്. 6ഓളം പേർ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ട സാഹചര്യമുണ്ട്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇവിടുത്തെ ക്രമസമാധാന നില സംബന്ധിച്ചാണ്. ഏറ്റവും സാധാരണപ്പെട്ട ആളുകൾ ഈ ഒരു സംഘർഷത്തിൽ വഴിമുട്ടി നിൽക്കുന്ന, ആശങ്കപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്ന അതിനുവേണ്ടി എന്ത് നിലപാടാണ് BJP ഭരിക്കുന്ന അല്ലെങ്കിൽ ബീരൺ സിംഗിന്റെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ സ്വീകരിച്ചത് എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. കുറെ നാളുകളായി ഈ ഒരു സംഘർഷം നിലനിൽക്കുമ്പോൾ പോലും മണിപ്പൂരിൽ ഒരു വിഭാഗീയതയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ പക്ഷം ചേർന്നുകൊണ്ട് ഈ കലാപത്തെ കൂടുതൽ ആളിക്കത്തിക്കാനുള്ള ഒരു നീക്കമാണ് ബീരൺ സിംഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതിൽ വലിയ വീഴ്ച ബീരൺ സിംഗിന് സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു വിഷയത്തിൽ രാജ്യമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ട ഒരു വിഷയത്തിൽ BJP ഭരിക്കുന്ന, അതായത് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് കൂടി ഈ ഒരു അവസരത്തിൽ സംസാരിച്ചു തന്നെ പോകേണ്ടതാണ്. എന്തായാലും ഈ സംഘർഷത്തിന് ഇതുവരെയും അയവ് വരുത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ബീരൺ സിംഗിനെതിരായ വലിയ ജനരോഷം സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നുള്ളതും നോക്കിക്കാണേണ്ടതാണ്. മുൻ മന്ത്രിയുടെ വീടിന് നേരെ അടക്കം വെടിവെപ്പ് ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഉറങ്ങിക്കിടക്കുന്ന ആളുകൾക്ക്, അതായത് ഏതൊരു നിമിഷവും തങ്ങൾ കൊല്ലപ്പെട്ടേക്കാം എന്ന ഭീതിയിൽ അവിടുത്തെ ജനങ്ങൾ, സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസ് ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ മണിപ്പൂരിനെ കൊണ്ടെത്തിച്ചതിൽ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ബീരൺ സിംഗിന് ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും മാറാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഈ കുക്കി വിഭാഗത്തിൽപ്പെട്ടവർ അദ്ദേഹത്തിന്റെ വീട്ടിന് മുന്നിലേക്ക് ഒരു പ്രതിഷേധ റാലി സംഘടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ഏതെങ്കിലും തരത്തിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അതീവ ജാഗ്രത ആ പ്രദേശങ്ങളിലൊക്കെ, അതായത് ആക്രമിക്കപ്പെട്ട ഏറ്റവും ഗുരുതരമായി തുടരുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയും കനത്ത ജാഗ്രതയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിവിധ സേനയെ വിന്യസിച്ചുകൊണ്ട്, കൂടുതൽ പോലീസിനെയൊക്കെ തന്നെയും സ്ഥലത്ത് വിന്യസിച്ചുകൊണ്ട്, മാത്രമല്ല ആന്റി ഡ്രോൺ സംവിധാനങ്ങൾ അടക്കം ഉപയോഗിക്കുന്ന ഒരു നിലയിലേക്ക്, കനത്ത ജാഗ്രതയിലേക്ക് സംസ്ഥാനം പോകുന്നു. മാത്രമല്ല ഈ ആൾക്കൂട്ടത്തിനെ വിലക്കുന്നു. അതുപോലെ തന്നെ ആയുധം കൈവശം വെക്കാൻ പാടില്ല എന്നുള്ളതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ നൽകിയെന്ന് പറയപ്പെടുമ്പോൾ പോലും ഈ ഇവിടുത്തെ ക്രമസമാധാന നിലയുമായി ബന്ധപ്പെട്ട വലിയ ആശങ്ക നിലനിൽക്കുക തന്നെയാണ് അജിംഷാ. തീർച്ചയായും. കാരണം ഈ യുദ്ധസമാനമായ സാഹചര്യം, ആഭ്യന്തര യുദ്ധം രൂക്ഷമായി തുടരുന്നൊരു സാഹചര്യത്തിൽ ഈ യുദ്ധസമാനമായൊരു സാഹചര്യം തന്നെയാണ് അവിടെ ഉള്ളത്. കാരണം ഗ്രനേഡുകൾ, ലോങ് റേഞ്ച് റോക്കറ്റുകൾ, ബോംബുകൾ തുടങ്ങിയ ആയുധശേഖരങ്ങൾ കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം. ഡ്രോൺ ഉപയോഗിച്ചാണ് പരിശോധനകൾ നടത്തുന്നത്. ഏതാണ്ട് ഒരു യുദ്ധത്തിൻ്റെ സമാനതയിലാണ് അവിടെ കാര്യങ്ങൾ പോകുന്നത്. അത് നേരത്തെയും നമുക്കറിയാവുന്നതാണ്. അത് ഒരിക്കൽ കൂടി പൊട്ടിപ്പുറപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൻ്റെ ആശങ്ക. സ്വാതി, കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ, അതായത് ഈ മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുറെ നാളുകളായി നീണ്ടു നിൽക്കുന്ന കലാപം ഇത്രയും സംഘർഷത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഈ ഉപയോഗിച്ചിരിക്കുന്ന ആയുധങ്ങളിൽ പോലും മാറ്റം വന്നിട്ടുണ്ട്. വലിയ മാരകശേഷി ആയുധങ്ങൾ ഉപയോഗിക്കുക, അത്തരത്തിലുള്ള ആയുധങ്ങൾ ഇതിനോടകം തന്നെ സേന കണ്ടെത്തിയിട്ടുണ്ട് അവിടെ നിന്ന്. അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു സംഘർഷബദ്ധമായ സാഹചര്യത്തിലേക്ക് ജനങ്ങൾ ഭയപ്പാടോടെ ആ സംസ്ഥാനത്ത് ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ സംസ്ഥാനത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിനോടകം, അതായത് ഒരു 1.5 വർഷക്കാലമായി ഈ കലാപം തുടരുകയാണ്. ഇവിടെ മൊത്തം 234-ലധികം ആളുകളാണ് ഇതുവരെ ആ കലാപത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതലും സ്ത്രീകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ കുക്കി വിഭാഗത്തിലെ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ട സാഹചര്യമുണ്ട്. അത്തരത്തിലൊക്കെ തന്നെ നോക്കുമ്പോൾ ജനജീവിതം വലിയ ദുസ്സഹമായും വലിയ ഭീതിയോടെയും ഏതു സമയവും തങ്ങൾക്ക് എന്തും സംഭവിക്കാമെന്നൊരു ഭയപ്പാടിലേക്ക് ഒരു സംസ്ഥാനം മാറുക എന്നുള്ളത് ഒട്ടും നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. പല കൂടിക്കാഴ്ചകൾ ബീരൺ സിംഗ് കഴിഞ്ഞ ദിവസം ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയപ്പെടുന്നുണ്ട്. ആ കൂടിക്കാഴ്ചയിൽ എന്ത് തീരുമാനമാണ് കൈക്കൊണ്ടത്? ഇവിടെ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി, അതായത് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും ഈ മേഖലകളിൽ ജിരിബാം അടക്കമുള്ള
ജാഗ്രതയോടെ മുന്നോട്ട് പോകുന്ന ജില്ലകളിൽ പോലും വലിയ ആക്രമണങ്ങൾ അതിനുശേഷവും ഉണ്ടായി. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ആ കൂടിക്കാഴ്ചയ്ക്കൊന്നും ഒരു ഫലമില്ലാതായി പോകുന്നു, അത് വിഫലമായി പോകുന്ന തരത്തിലേക്ക് മാറി എന്ന് പറയേണ്ടി വരും. ഇന്നും വീണ്ടും ഒരു കൂടിക്കാഴ്ച പറഞ്ഞിരിക്കുകയാണ്. ആ കൂടിക്കാഴ്ചയിൽ ഭരണകക്ഷി MLA മാരും എപ്പോഴാണ് കൂടിക്കാഴ്ച? ഈ MLA യും ഗവർണറും ഒക്കെയുള്ള കൂടിക്കാഴ്ച എപ്പോഴാണ് സ്വാതി? ഏകദേശം വൈകുന്നേരത്തോടെ ആ കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലത്തെ കൂടിക്കാഴ്ച പരാജയപ്പെടുന്നതിലേക്ക് നീങ്ങിയത് എങ്ങനെയായിരുന്നു? ഇന്നലത്തെ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും ആ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ ഈ ഭരണകക്ഷി MLA മാരും അല്ലെങ്കിൽ മന്ത്രിമാരും ഒക്കെ ഇന്നലെ മന്ത്രിസഭാ യോഗമൊക്കെ വിളിച്ചിരുന്നു. എന്നാൽ അതിന്റെ വിശദാംശങ്ങൾ പോലും പുറത്തേക്ക് വിട്ടിട്ടില്ല. അതിൽ എന്ത് ഗുണമുണ്ടായി അല്ലെങ്കിൽ എന്തിനായിരുന്നു ആ കൂടിക്കാഴ്ച, ഇവിടുത്തെ ക്രമസമാധാനം സംബന്ധിച്ച് എന്ത് ചർച്ചയാണ് അതിൽ നടന്നത്, എന്തുകൊണ്ട് അത് പാളിപ്പോയി, ഇത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പോലും സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടമോ ഇതിന് തയ്യാറായിട്ടില്ല എന്ന് വേണം പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഇന്നും വീണ്ടും ഒരു കൂടിക്കാഴ്ചയിലേക്ക് ഈ സംസ്ഥാനം പോകുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ഈ അക്രമ സംഭവങ്ങൾ അവിടെ അരങ്ങേറിയപ്പോൾ പോലും ഇവർ വലിയ തരത്തിൽ മൗനം പാലിച്ചിരുന്നു. നേരത്തെ എപ്പോഴെങ്കിലും ഈ ഒരു സമീപനം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ജാഗ്രതാ നിർദ്ദേശത്തിനപ്പുറത്തേക്ക് വലിയൊരു ചർച്ചയോ ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ള തരത്തിലേക്ക് സംസ്ഥാന ഭരണകൂടം നേരത്തെ നീങ്ങിയിരുന്നെങ്കിൽ ഒരു പരിധിവരെ ഈ സംഘർഷം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. അവിടുത്തെ ജനതയ്ക്ക് കുറച്ചുകൂടി സുരക്ഷിതത്തോടെ ഉറങ്ങാൻ കഴിയുമായിരുന്നു. അതൊക്കെ തന്നെയും നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടുപോകുന്നതിൽ BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിന് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ മുന്നോട്ടുള്ള കൂടിക്കാഴ്ചകളിലെങ്കിലും ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയുമോ എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ജനങ്ങളാകെ ഉറ്റുനോക്കുന്നത്. അജിൻഷാദ്. ശരി സ്വാതി.